രാജാക്കന്മാർ 19-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. 12-ാം വാക്യം, ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. സ്തോത്രം. ഈ ഭാഗത്തെ കുറിച്ച് പ്രിയ ദൈവമക്കളെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. കർത്താവിന്റെ ദാസനായ പ്രവാചകനായ ഏലിയാവ് ഗുഹയ്ക്കകത്ത് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിനോട് പറയുക, ഏലിയാവേ നീ പുറത്തു വരുവാൻ. ഈ വൈകിയവേളില് ദൈവത്തിന്റെ ആത്മാവ് ശക്തവും വ്യക്തമായി ദൂത് കൈമാറട്ടെ. അകത്തളത്തിൽ ഒതുങ്ങിപ്പോയ ചിലത് നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ആഹാബല്ല, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഇസബേലല്ല, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഇഹലോകത്തിന്റെ രാജാക്കന്മാരല്ല, മറിച്ച് സ്വർഗത്തിൽ അധിവസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവത്രേ നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. നാളുകളായി അടിമപ്പെടുത്തി അകത്തളത്തിൽ ഒതുക്കി വെച്ച ചിലതിന് ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇസബേലിന്റെ വാക്കിനു മുന്നിൽ ഭയപ്പെട്ട് ഏലിയാവ് ഇതാ ഹോരേബ് പർവ്വതത്തിന്റെ ആ ഗുഹയ്ക്കകത്ത് അടിമപ്പെട്ട പോലെ വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടെ ആ ഗുഹയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. അവന്റെ വിശ്വാസത്തിന്റെ പുതപ്പ്, വിശുദ്ധിയുടെ പുതപ്പ്, വേർപാടിന്റെ പുതപ്പ് ചുരുട്ടി മാറ്റി ഒരു ഭാഗത്ത് വെച്ചിട്ട് വേദനയോടെ, ഭാരത്തോടെ, നിരാശയോടെ അകത്തളത്തിൽ ഒന്നുകിയിരിക്കുകയാണ്. മതി യഹോവേ മതി. അവന്റെ വാക്ക് അങ്ങനെയാ, മതി, മടുത്തു. പലരും ജീവിതത്തിന്റെ മരുഭൂമി യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ, പലരും മടുക്കുന്ന അവസ്ഥയില്, ശത്രു മടുപ്പിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് അകത്തളത്തില് നിവർന്നു നിൽക്കാൻ കഴിയാതെ, പുറത്തു വരാൻ കഴിയാതെ ഒതുങ്ങിപ്പോയ ചിലതിന് ഈ രാത്രി കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഏലിയാവ് ഇതാ ഗുഹയ്ക്കകത്തിരിക്കുകയാണ്. അകത്ത് വേദനയാ. സാധാരണക്കാരനല്ല ഇരിക്കുന്നത്. ഇസ്രയേലിന്റെ കൊടി കർമ്മൽ പർവ്വതത്തിന്റെ മുകളിൽ നാട്ടിയവനാ. സ്തോത്രം. ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവനാ. ഒറ്റയ്ക്ക് നിന്ന് 850 പ്രവാചകന്മാരെ വെട്ടിക്കളഞ്ഞവനാ. ആഹാബിന്റെ മുന്നില്, രഥത്തിന്റെ മുന്നിൽ ഓടിയെത്തിയവനാ. ആത്മാവിൽ ഓടിയവൻ ഇപ്പോൾ ഇതാ ഒതുക്കപ്പെട്ട് അകത്തളത്തിൽ ഇരിക്കുകയാണ്. ഈ രാത്രികാലം അകത്തളത്തിൽ ഒതുങ്ങിപ്പോയ ചിലതിന് ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നാളുകളായി പലവിധ ഭാരങ്ങൾ, ശത്രുവിന്റെ എതിര് ദേശത്ത് ഒതുക്കുന്ന പോരുകള്, ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ അകത്തളത്തിൽ ഒതുങ്ങിപ്പോകുകയാണ്. നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ആത്മമണ്ഡലത്തിൽ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, യഥാർത്ഥമായി ഉപവസിക്കാൻ കഴിയുന്നില്ല, വചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ കഴിയാത്ത അവസ്ഥ. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് വെറുതെ മടക്കി അയക്കുന്നവനല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉയർത്തുന്നവനാ. പ്രിയമുള്ളവരെ, നാം അനേകരെ ചലിപ്പിക്കേണ്ടവരാ, അനേകർക്ക് ജീവൻ പകർന്നു കൊടുക്കേണ്ടവരാ. നാം അനേകരെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടവരാ. നാം അനേകരെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടവരാ. പക്ഷേ ഒതുങ്ങിപ്പോയി അനേക ദൈവദാസന്മാർ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാ. അനേക ആത്മാക്കളെ നേടിയവരാ. പക്ഷേ ഈ നാളുകളിൽ പലരുടെയും വാക്കുകേട്ട് ഭയപ്പെട്ട് അകത്തളത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം ദൂത് കൈമാറട്ടെ. നീ പുറത്തു വാ.
അമ്മേ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കുവാനാ ദൈവം നമ്മെ വിളിച്ചത്. അമ്മേ ഒതുങ്ങിപ്പോവാനല്ല, ശത്രുവിന്റെ വാക്കിനു മുന്നിൽ ഭയപ്പെട്ടു പോകുവാനല്ല, നിരാശപ്പെട്ടു പോകുവാനല്ല. അമ്മേ പുറത്തു വരുവാൻ, ഹോരേബ് പർവ്വതത്തിന്റെ മുകളിലേക്ക് സ്റ്റെപ്പ് വെച്ച് കയറുവാൻ, അകത്തൊതുങ്ങിയിരിക്കുവാനല്ല. ദൈവം ഇറങ്ങി വരുന്ന, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന, ദൈവം സംസാരിക്കുന്ന, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് ഈ വൈകികളിൽ സ്റ്റെപ്പ് വെച്ച് കയറുവാൻ ആര് തയ്യാറാകും? അവരോടത്രേ ദൈവത്തിന് സംസാരിക്കാനുള്ളത്. സ്തോത്രം. ദൈവം ഈ രാത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൃദ്യമായി സംസാരിക്കുവാൻ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയെങ്കിൽ ആ മരുഭൂമിയുടെ നടുവിൽ വെച്ച് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ചില നിയോഗം നിന്നെ ഏൽപ്പിക്കാനുണ്ട്. അമ്മേ നിയോഗം തന്നിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ അകത്തളത്തിൽ ഒതുങ്ങിയവരെ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാ. എലിയാവേ നീ പുറത്തു വാ. എലിയാവ് അകത്തളത്തിൽ ഇരിക്കുകയാ. പുതപ്പ് ചുരുട്ടി വെച്ചു, വിശ്വാസം മതിയെന്ന് വെച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിനോട് ദൈവത്തിന്റെ ദൂത്, എലിയാവേ നീ പുറത്തു വാ. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ശത്രുവിന്റെ അടിമത്തത്തിൽ നിന്ന് നീ ഒന്ന് പുറത്തു വാ. നീ ഹോരേബ് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഈ രാത്രികാലം സ്റ്റെപ്പ് വെച്ച് കയറി വാ. സ്റ്റെപ്പ് വെച്ച് കയറാൻ കഴിയാതെ, അമ്മേ ഹല്ലേലൂയ, ആത്മമണ്ഡലത്തിലേക്ക് ഉയരാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ ഒതുക്കപ്പെട്ടു പോയ ചിലത് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ഈ രാത്രികാലം പുറത്തു വരുവാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാ. യേശുവിന്റെ നാമത്തില് കർത്താവേ, ശത്രു അടിമപ്പെടുത്തിയ ചിലതിന് ഈ വൈകിയ വെള്ളത്തിൽ പുറത്തു കൊണ്ടുവരണം കർത്താവേ. അമ്മേ സ്തോത്രം. ഇസബേല് പറയുക, നാളെ ഈ നേരത്ത് അവരിൽ ഒരുത്തനെ പോലെ അമ്മേ നിന്നോട് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എന്റെ ദേവൻ എന്നോട് ചോദിക്കട്ടെ എന്ന. എന്താ ഇസബേല് പറയാൻ കാരണം? സ്തോത്രം. ഇസബേലിന്റെ പ്രവാചകന്മാർ 450 ബാലിന്റെ പ്രവാചകന്മാർ, 400 അസേര പ്രവാചകന്മാര്, ഇതെല്ലാം ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണ്. അമേൻ. എന്റെ ചരിത്രം നാം ഒന്ന് പഠിച്ചാൽ, ശലോമോന് ശേഷം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. 7 രാജാക്കന്മാർ മാറി മാറി ഭരിച്ചെങ്കിലും എല്ലാവരും ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചവരാണ്. അല്ലെങ്കിൽ കാലഘട്ടം നോക്കുമ്പോൾ പലപ്പോഴും ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു. പ്രവാചകന്മാരിലൂടെ ദൂതറിയിക്കുമ്പോൾ, പ്രവാചകൻ മടങ്ങി വരുമെന്ന് സന്ദേശം അറിയിക്കുമ്പോൾ മനസ്സില്ലാതെ പിന്മാറിപ്പോയി വിഗ്രഹങ്ങളെ സേവിച്ച്, വിഗ്രഹങ്ങൾക്ക് വേണ്ടി അടിയറ വെച്ച്, വിഗ്രഹങ്ങളുടെ മുന്നിൽ നമസ്കരിച്ച് സത്യദൈവത്തെ വിട്ട് ഇസ്രായേൽ പലപ്പോഴും മാറി 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 പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ. അമ്മ ഇവിടെയും അത് തന്നെ സംഭവിച്ചു. ഇസ്രായേൽ പാപം ചെയ്തു. 7 രാജാക്കന്മാർ ഭരിച്ചു. അവരെല്ലാം പാപം ചെയ്ത് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു. അപ്പോൾ അത്രേ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കുകയാ. സ്തോത്രം. തിസ്ബിനായ ഏലിയാവിനെ പുതിയ നിയോഗം കൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാ. അന്ധകാരം കൊടികുത്തി നിൽക്കുന്ന ദേശത്ത് ഗിലിയാദ് പർവ്വതത്തിന്റെ മുകളിൽ ഒരുവൻ ഒറ്റയ്ക്ക് മുട്ടുമടക്കുകയാ. ചുറ്റുപാടും പാപം, ചുറ്റുപാടും അധർമ്മം, ചുറ്റുപാടും അനീതി. സകലരും പാപത്തിൽ കിടക്കുന്നു. സകലരും ദൈവത്തെ വിട്ട് അന്യാരാധനയിലേക്ക്, അടിമത്തത്തിലേക്ക്, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ ഒരുവന ദൈവം നിയോഗം കൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. ഉറവന ഹതുന. യേശുവിന്റെ നാമത്തില് പ്രിയ കർത്തദാസന്മാരെ, അമേ അനേകർ തെറ്റിക്കെടുക്കുമ്പോഴും ദൈവത്തിന് ചെറിയ ആവശ്യമുണ്ട്. ഈ രാത്രികാലം ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ, അമേ വിശുദ്ധിയോടെ ദൈവത്തിനോട് നിൽക്കുവാൻ ആര് തയ്യാറാകുന്നു അവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ഗിലിയാദ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാ. ഒറ്റയ്ക്കുള്ളൂ, കൂട്ടിലും കൂട്ടായ്മയ്ക്കും ആളില്ല. ഹല്ലേലൂയ. കൂർത്തുമൂർത്ത
ഉരുളൻ കല്ലിന് മുകളിൽ ഒരുവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. സകലരും തെറ്റുമ്പോഴും സകലരും പാപം ചെയ്യുമ്പോഴും ഇതാ ദൈവം ചിലരെ തേടുകയാ. ഈ വൈകിയവേളയിലും ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ചില നിയോഗത്തെ പൂർത്തീകരിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കുവാൻ, ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ. അമേ ഇസ്രായേലിന്റെ കൊടി അമേ പാറിക്കുവാൻ, അമേ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൊടി ഉയർത്തുവാൻ ചിലരെ ദൈവം ആഗ്രഹിക്കുകയാ. ആരതിന് തയ്യാറാകുന്നു അവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. യേശുവിന്റെ നാമത്തില് ഈ രാത്രികാലം ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാ. ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാ. എലിയാവ് ഗിലെയാദ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയാ. സാധാരണ പ്രാർത്ഥനയല്ല. എലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അഭിഷേകത്തിന് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഒറ്റ ദിവസമല്ല, വേദപണ്ഡിതന്മാരുടെ കണക്കനുസരിച്ച് 14 വർഷക്കാലം ഒരുവൻ പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാ. എന്താ എലിയാവേ ഈ പർവ്വതത്തിന്റെ മുകളിൽ നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്? അച്ഛാ, എന്റെ വിളി വേറെയാ, എന്റെ നിയോഗം വേറെയാ, എന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം വേറെയാ. ഈ രാത്രികാലം വ്യത്യസ്തനാവാൻ തയ്യാറുണ്ടോ? ഈ തലമുറയിൽ എല്ലാവരും പോകുന്ന പോലെ പോകുവാനല്ല പ്രിയരെ, എല്ലാവരും സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കുവാനല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടി നീ ദൈവ നിയോഗം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവവചനത്തെ സത്യസന്ധമായി അമ്മേ പ്രസ്താവിക്കുവാൻ, പ്രഘോഷിക്കുവാൻ, ദൈവിക ദൂത്, ദൈവിക അരുളപ്പാട് മുഖം നോക്കാതെ ശുശ്രൂഷിക്കാൻ കഴിയുന്നവരെ അത്രേ ദൈവമെന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തലമുറയില് വ്യത്യസ്തനാകുവാൻ തയ്യാറുണ്ടോ? പോകുന്നവരെ പോകുവാനല്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതറിയിക്കുന്നു, പുറത്തു വരാൻ മനസ്സുണ്ടോ? യേശുവിന്റെ നാമത്തില് ചിലരെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഏലിയാവിനെ പോലെ അമ്മേ ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തിന്റെ നടുവിൽ സഭയ്ക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി അമ്മേ ഇടിവിൽ നിൽക്കുവാൻ ചിലരെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുക. ആരേൽപ്പിച്ചു കൊടുക്കും? അവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. ഏലിയാവിതാ ഗിലെയാദ് പർവ്വതത്തിന്റെ മുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മേ കടിച്ചു കീറാൻ വന്യമൃഗങ്ങളില്ലേ? സ്തോത്രം. ചാടി വീഴുന്ന സിംഹങ്ങളില്ലേ? അലറുന്ന കരടിയില്ലേ? അമ്മേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളില്ലേ? കൊത്തി മുറിവേൽപ്പിക്കുന്ന സർപ്പങ്ങളില്ലേ? സ്തോത്രം. പക്ഷെ ഇതൊന്നും ഭക്തന് വിഷയമല്ല. അമ്മേ ആരെന്തൊക്കെ ആയാലും, ആരെങ്ങനെയൊക്കെ ജീവിച്ചാലും, ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും ഭക്തൻ അതല്ല വിഷയം. ഭക്തന് പകർന്നു കൊടുക്കുന്ന നിയോഗമാ, ഭക്തന് മേൽ പകർന്ന അഭിഷേകത്തിന്റെ പൂർത്തീകരണമാ. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കുകയാ, പ്രാർത്ഥിക്കുകയാ. അമ്മേ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാ. അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ തല മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സാധാരണ മനുഷ്യന് എങ്ങനെ കുനിഞ്ഞാലും മുഖം മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അമ്മേ സർക്കസ് അഭ്യാസം പഠിച്ചവർക്ക് തല മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. സ്തോത്രം. എന്നാൽ ഇതാ ഇവൻ ഒറ്റ ദിവസം കൊണ്ടല്ല, ഒന്ന് വ്യക്തമാ, പ്രാർത്ഥിച്ച് 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 താൻ ചുരുങ്ങുകയാ. അമ്മേ താൻ ചുരുങ്ങി 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 അമ്മേ അവൻ ദൈവത്തിന്റെ ശക്തി ഏറ്റെടുക്കുകയാ. ദൈവിക അഭിഷേകം അവനിൽ പകരപ്പെടുകയാ. ദൈവത്തിന്റെ അഗ്നി അവനിൽ വ്യാപരിക്കുകയാ. അമ്മേ അഭിഷേകത്തിന്റെ നിറവ് പ്രാപിക്കുകയാ. അമ്മേ സ്തോത്രം. ചുറ്റുപാടും അവൻ നോക്കുമ്പോൾ, പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ഓരോ സ്തോത്രം മലയുടെ മുകളിൽ ബാലിന്റെയും അസേരയുടെയും പ്രതിഷ്ഠകൾ പൊങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. അതവന്റെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. സ്തോത്രം. അമ്മേ ഹല്ലേലൂയ.
എന്താ ഏലിയാവേ നീ രാജാക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ പ്രമുഖരായ വ്യക്തികളുടെ കൂടെ കൂടി സ്തോത്രം ബാലിനെയും ഉപവസിച്ച് മുന്നോട്ട് പോയ പോരെ? ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഏൽപ്പിച്ചു കൊടുത്താൽ പോരെ? അനേക സമ്പത്ത് നിന്റെ കയ്യിൽ കിട്ടത്തില്ലേ? ഏലിയാവിന് ഒന്നറിയാം, എന്റെ മേൽ വീണിരിക്കുന്ന തൈലം വേറെയാ, എന്നെ വിളിച്ചിരിക്കുന്ന വിളി വേറെയാ, എന്നെ അഭിഷേകം ചെയ്ത ഒരു നിയോഗത്തിന് വേണ്ടിയാ. പ്രിയ കർത്തൃദാസന്മാരെ, ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തവും ശക്തവുമായി ദൂത് കൈമാറുന്നു. ഒരു വ്യത്യസ്തതയോടെ പുറത്തു വന്ന ദൈവിക നിയോഗത്തെ പൂർത്തീകരിക്കുവാൻ ആര് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവരെ എത്ര ദൈവം ഉപയോഗിക്കുന്നത്. പ്രാർത്ഥിച്ച സ്തോത്രം ചുരുണ്ട് മുഴങ്കാലുകളുടെ ഇടയിൽ തലവെച്ച് ദീർഘവർഷങ്ങൾ പ്രാർത്ഥിച്ച ഒരു നാൾ ശക്തി ഏറ്റെടുത്ത തീപ്പന്ത പോലെ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ ശമരിയയിലെ കൊട്ടാരത്തിലേക്ക്, ആഹാബിന്റെ കൊട്ടാരത്തിന്റെ ഉൾത്തളത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തിനെന്നറിയാമോ? രാജാവിന്റെ മുഖത്ത് നോക്കി അനുകൂലം പറയാനല്ല, രാജാവ് കൊടുക്കുന്ന സമ്മാനങ്ങൾ വാങ്ങുവാനല്ല, ആഡംബരമായി ജീവിക്കാനല്ല, കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി രാജാവിന്റെ കാല് പിടിക്കാനല്ല. സ്തോത്രം. പ്രാർത്ഥിച്ചകത്തു പറഞ്ഞ അഭിഷേകത്തിന്റെ ശക്തിയുമായി, അഗ്നിയുമായി, ദൈവിക തേജസ്സുമായി ഒരു വനിത കൊട്ടാരത്തിനകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നോർക്കണമേ, ഏലിയാവിന്റെ വേഷം എന്താ? തോൽവാറായിരിക്കാം, തലമുടി ജടപിടിച്ചിരിക്കാം, കണ്ടാൽ സൗന്ദര്യമൊന്നും കാണത്തില്ല, വികൃതമായ രൂപം. ഈ രൂപം കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൊട്ടാരത്തിൽ കാവൽക്കാരില്ലേ, അനേക സൈന്യാധിപന്മാർ മുന്നിൽ നിൽക്കുന്നില്ലേ, കാവൽക്കാർ നിൽക്കുന്നില്ലേ, അവർ കടത്തിവിടുമോ? സ്തോത്രം. കടത്തിവിട്ടാലും അകത്ത് ചെന്നാൽ അവിടെയും ഇവനെ തടയാൻ കഴിയത്തില്ലേ? എന്നാൽ എന്തുകൊണ്ടാ തടയാൻ കഴിയാതിരുന്നത്? പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തിക്ക് മുന്നിൽ ഒരു ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുകയാണ്. ദൈവിക അഭിഷേകം യഥാർത്ഥമായി പ്രാപിച്ചവന്റെ മുന്നിൽ ഒരു ശത്രുവും നിവർന്നു നിൽക്കത്തില്ല. ദൈവിക നിയോഗം പ്രാപിച്ചവനെ തടയാൻ, പിടിച്ചു കെട്ടുവാൻ, അഭിഷേകത്തെ ഇല്ലാതാക്കുവാൻ, നിയോഗത്തെ ഇല്ലാതാക്കുവാൻ ലോകത്തിലെ ഏത് ശത്രുവിനാ കഴിയുന്നത്? യേശുവിന്റെ നാമത്തില് പ്രിയമുള്ളവരെ, അകത്തളത്തിൽ ഒതുങ്ങാനല്ല, പുറത്തു വരുവാൻ, ദൈവത്തിന്റെ നിയോഗത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അഭിഷേകം, അനേകരെ അഭിഷേകം ചെയ്യേണ്ടതിനു വേണ്ടി, അനേകരോട് സുവിശേഷം പങ്കുവെക്കേണ്ടതിന്, അനേകരെ കെട്ടടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, പാപത്തിന്റെ കെട്ടഴിക്കുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ. യേശു ക്രിസ്തു എന്തിനാ വന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുവാൻ, ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ. ഇതാ ഏലിയാവ് സ്തോത്രം കൊട്ടാരത്തിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആരും തടഞ്ഞില്ല, തടയാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവനെ, യഥാർത്ഥ വിശുദ്ധിയുള്ളവനെ, യഥാർത്ഥ തൈലം വീണവനെ ഏത് ശത്രുവിനാ പിടിച്ചു കെട്ടാൻ കഴിയുന്നത്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറട്ടെ. ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടോ? ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന്റെ ആത്മശക്തി പ്രാപിച്ചിട്ടുണ്ടോ? ഒരിക്കലും പ്രിയമുള്ളവരെ, നിങ്ങളെ പിടിച്ചു കെട്ടാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. അകത്തളത്തിലേക്ക് കയറി ചെന്നു ആഹാബിന്റെ മുഖത്ത് നോക്കി ദൂതറിയിക്കുകയാ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലാണ്ട് ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് ബാലിന്റെ പ്രവാചകന്മാർ സമൃദ്ധി വിളിച്ചു വരുത്തുമ്പോൾ, ദേശത്ത് സമൃദ്ധി അനേകർ അനുഭവിക്കുമ്പോൾ, ഒറ്റയ്ക്കൊരുവൻ കൊട്ടാരത്തിനകത്ത് കടന്നു എന്ന് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ചിലത് അടയ്ക്കാനും ചിലത് തുറക്കാനും അധികാരമുണ്ട്. യഥാർത്ഥ അഭിഷേകം പ്രാപിച്ചവരാ
തുറക്കാനും അടയ്ക്കാനും അധികാരമുള്ളത്. ചില കെട്ടഴിക്കാനും ചിലത് കെട്ടുവാനും. ഈ രാത്രികാലം അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കട്ടെ. ചില അധികാരത്തിന്റെ കൈമാറ്റം ചിലരിലേക്ക് വ്യാപരിക്കട്ടെ. അകത്തളത്തിൽ ഒതുങ്ങിപ്പോയ ചിലരിലേക്ക് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അധികാരത്തിന്റെ ശക്തി ഈ രാത്രികാലം വ്യാപരിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുഖത്ത് നോക്കി ദൂതറിയിക്കുകയാണ്. സ്തോത്രം. ദൂതറിയിച്ചിട്ട് ഏലിയാവ് അവിടെ നിന്ന് പോകുന്നു. സ്തോത്രം. അമേ, ആരും പിടിച്ചു നിർത്തിയില്ല, ആരും ഉപദ്രവിച്ചുമില്ല. കാരണം കടന്നുപോയത് ദൈവത്തിന്റെ തീയാ. അമേ, കടന്നുപോയി ദൈവത്തിന്റെ അഭിഷേകമാ. ഏലിയാവ് വെറും മനുഷ്യനായിരിക്കാം, സാധാരണക്കാരനായ മനുഷ്യനാ. പക്ഷെ ഏലിയാവിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ഒരു നിയോഗമുണ്ട്. പ്രിയരെ, ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ കർത്തൃദാസന്മാരെ, പ്രിയ ദൈവമക്കളെ, നമ്മിൽ അകത്തു പകർന്നിരിക്കുന്ന, അമേ, ഞാനും നീയും സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാ. വിശുദ്ധിയോടെ നിൽക്കുന്നവനെ, അഭിഷേകത്തോടെ നിൽക്കുന്നവനെ, ഹല്ലേലൂയ, ദൈവികം നിയോഗമുള്ളവനെ, അമേ, ഒരുവനും തടയത്തില്ല. കയറി ചെന്ന് ദൂത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. സ്തോത്രം. പിന്നീടുള്ള ചരിത്രങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ആമേൻ. സ്തോത്രം. ദേശത്ത് മഴയില്ല, ക്ഷാമം എല്ലാമാ. ആമേൻ. അവസാനം കർമ്മൽ പർവ്വതത്തിന്റെ മുകളില് യാഗം നടത്തിയ. സ്തോത്രം. രാവിലെ മുതൽ ഉച്ചവരെ ബാലിന്റെ പ്രവാചകന്മാരും, അമേ, രാജാവുണ്ട്, ആഹാബ് രാജാവുണ്ട്, ഇസബേലുണ്ട്, മന്ത്രിമാരുണ്ട്, ശ്രേഷ്ഠ പ്രമുഖന്മാർ ഒത്തിരിയുണ്ട്, ഇസ്രായേൽ ജനം എല്ലാമുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരും കൂടി യാഗപീഠം പണിയുകയാണ്. യാഗപീഠം പണിത്, സ്തോത്രം, അവർ രാവിലെ മുതൽ ഉച്ചവരെ അവർ ചാടുകയും തുള്ളുകയും ശരീരത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ ബാൽ ഉത്തരമരളിയില്ല. അമേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ മുതൽ ഉച്ചവരെ ആരാധിച്ചിട്ടും അവർ ചാടി തുള്ളി ശരീരത്തെ മുറിവേൽപ്പിച്ചിട്ടും അവരുടെ ദേവൻ പ്രസാദിച്ചില്ല. ആമേൻ. സ്തോത്രം. ഇന്ന് ആരാധന പലതരത്തിലുണ്ട്, എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം. സ്തോത്രം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ വ്യവസ്ഥയാണോ? സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലുമാണോ ആരാധിക്കുന്നത്? എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ തേജസ് ഇറങ്ങത്തുള്ളൂ. അമ്മേ, അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം ആരാധിക്കാം. ജഡത്തെ, അതിന്റെ ശരീര ജഡമോഹങ്ങളെ, അതിന്റെ സകലവിധ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവർക്ക് മാത്രമേ പൂർണ്ണമായി ദൈവത്തിന്റെ അഭിഷേകത്തെ അല്ലെങ്കിൽ ദൈവനിയോഗത്തെ പകർന്ന് ലഭിക്കത്തുള്ളൂ. അമ്മേ, രാവിലെ മുതൽ ഉച്ചവരെ കിടന്ന് തുള്ളിയിട്ടും ആരാധിച്ചിട്ടും അതിന്റെ നടുവിൽ ബാല് വെളിപ്പെട്ടില്ല, ഉത്തരമരളിയില്ല. എന്നാൽ ഒരുവൻ വെള്ളം കോരാൻ കൂട്ടിനാളില്ല, വിറകടക്കാൻ കൂട്ടിനാളില്ല, കല്ല് വിറക്കി കൂട്ടാൻ കൂട്ടിനാളില്ല, കൂട്ടിനും കൂട്ടായ്മയ്ക്കും മറ്റാരുമില്ല. പക്ഷേ ഏലിയാവ് വ്യവസ്ഥ പ്രകാരം അങ്ങനെ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം അവന്റെ യാഗപീഠം പൂട്ടി. ഹല്ലേലൂയ. കല്ല് പിറക്കി കൂട്ടി, ഒറ്റയ്ക്ക് നടന്ന് കല്ല് പിറക്കി കൂട്ടി. സ്തോത്രം. ഒറ്റയ്ക്ക് നടന്ന് വിറക് പിറക്കി കൂട്ടി. വ്യവസ്ഥ പ്രകാരം യാഗപീഠം പണിത് ആ യാഗപീഠത്തിന്മേൽ വിറകടക്കി. സ്തോത്രം. ഹല്ലേലൂയ. യാഗമൃഗത്തെ അവിടെ അർപ്പിച്ചു. ഹല്ലേലൂയ. കേൾക്കണമേ, അമ്മേ, നമുക്കെല്ലാം അറിയാമല്ലോ അതിന്റെ ചരിത്രം. സ്തോത്രം. സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ആ യാഗപീഠത്തിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി. ഉറവക്കവന ഹൗറവ. വ്യവസ്ഥ പ്രകാരം ഏലിയാവ് കൂട്ടിയ യാഗപീഠത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുകയാണ്. അമ്മേ, അവിടെ എഴുതിയിരിക്കുന്നു, യാഗവസ്തു ദഹിച്ചു, വിറകും ഹോമയാഗത്തിനുള്ള ആ വിറക് യാഗപീഠവും ദഹിച്ചു. സ്തോത്രം. ഇന്ന് യാഗപീഠം ഏതാ? പുതിയ നിയമത്തിലെ യാഗം എന്ന് പറയുന്ന ദേഹം, ദേഹി, ആത്മമണ്ഡലമാ, ശരീരമണ്ഡലമാ. ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന അമേൻ. സ്തോത്ര. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. യാഗപീഠത്തിൽ സ്തോത്രം തീയിറങ്ങി.
യാഗപീഠം ദഹിച്ചു. ഹല്ലേലൂയ. ഈ രാത്രി ദൂത് കേൾക്കുന്ന ചിലരുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ തീയ, സ്വർഗത്തിലെ തീയ, ഞാനല്ല പ്രസംഗിക്കുന്ന, ഞാനല്ല, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങുന്ന ദിവസമാണ്. ചില ശരീരാത്മദേഹിയെ ശത്രു നാളുകളാൽ ബന്ധിച്ചിരിക്കുന്ന ചില രോഗബന്ധനത്തെ ആരാധിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ അടിമപ്പെടുത്തിക്കൊണ്ട് പോരാടുന്ന ശത്രുമണ്ഡലം, പലപ്പോഴും ശരീരമണ്ഡലത്തെ ഒതുക്കി വെച്ചുകൊണ്ട് ഹല്ലേലൂയ പോരാടി നിൽക്കുമ്പോൾ ഈ രാത്രികാലം ദൈവത്തിന്റെ തീ ഇറങ്ങുന്ന രാത്രിയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ശരീരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ രാത്രി ഇറങ്ങുകയാ. ശരീരത്തിന്മേൽ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. നാളുകളായി സ്തോത്രം ഹല്ലേലൂയ അടിമപ്പെടുത്തിയ, രോഗിയാക്കിയ, ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ ഒതുങ്ങിപ്പോയ ചിലതിനെ സ്തോത്രം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടിരിക്കുകയാണ്. രോഗബന്ധനത്തിൽ കുടുങ്ങിപ്പോയ രോഗിയാക്കി, നിന്റെ ശുശ്രൂഷയെ അടച്ചു കളഞ്ഞ, നീ യോഗത്തെ പൂർത്തീകരിക്കാൻ കഴിയാതെ, പുറത്തിറങ്ങാൻ കഴിയാതെ ഒതുക്കി വെച്ച ചില മണ്ഡലത്തിൽ നിന്ന് ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലതിനെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി. 2 അവിടെ എഴുതിയിരിക്കുന്നു, മണ്ണ് ദഹിച്ചു എന്ന്. സ്തോത്രം. നിന്റെ കുടുംബത്തിന്റെ ചുറ്റും, നിന്റെ ഭവനത്തിന്റെ ചുറ്റും മണ്ണിന്മേൽ ചെയ്തു വെച്ചിരിക്കുന്ന ചില അന്യായ ബന്ധനങ്ങളെ സ്തോത്രം പുറത്തു വരാതെ വണ്ണം, ദൈവപ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടാതെ വണ്ണം, അനുഗ്രഹിക്കപ്പെടാതെ വണ്ണം, തലമുറ മുന്നേറാതെ വണ്ണം, ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാതെ വണ്ണം, നന്മ പ്രാപിക്കാതെ വണ്ണം അടച്ചു വെച്ചിരിക്കുന്ന ചില ആഭിചാര പ്രയോജനങ്ങളെ, ചില മന്ത്രശക്തികളെ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവിക തീയിനാൽ കരിച്ചു കളയുക. മണ്ണ് ദഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ചുറ്റുപാടും ദൈവത്തിന്റെ തീ. നീ ആയിരിക്കുന്ന ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ തീ ഈ രാത്രികാലം ഇറങ്ങുകയാണ്. നിന്റെ കുടുംബത്തിന് ചുറ്റും മണ്ണിന്മേൽ ചെയ്ത സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തില് മണ്ണ് ദഹിച്ചു മാറട്ടെ എന്ന് ആത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്. സ്തോത്രം. 3 അവിടെ എഴുതിയിരിക്കുന്നു, വെള്ളം. സ്തോത്രം. നിനക്കെതിരെ ഒഴുകുന്ന അശുദ്ധിയുടെ വെള്ളം പലപ്പോഴും ആത്മമണ്ഡലത്തിലേക്ക് യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് നടക്കാതെ, ആത്മാവിൽ ശക്തീകരിക്കപ്പെടാതെ, ആത്മാവിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും എഴുന്നേൽക്കുവാനും കഴിയാതെ ആത്മമണ്ഡലത്തിലേക്ക് ഒഴുകുന്ന അശുദ്ധിയുടെ വെള്ളത്തെ ദൈവത്തിന്റെ തീ ഇന്ന് വട്ടിച്ചു കളയുന്ന രാത്രിയാ. പലരും നിന്നെ കുറിച്ച് ചള്ളെന്നും പേടെന്നും പറയുമ്പോൾ, യോഗ്യതയില്ലാത്തവനെന്ന് പറഞ്ഞ് പലപ്പോഴും മാറ്റി നിർത്തുമ്പോൾ ഈ രാത്രി സാധാരണക്കാരനെ അല്ല നാം സേവിക്കുന്നത്, നാം സേവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ചുറ്റുപാടും നിനക്കെതിരെ ഒഴുകുന്ന, ശത്രു ഒഴുക്കുന്ന, നിനക്കെതിരെ അപഖ്യാതി പറഞ്ഞു വരുത്തുന്ന, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന, നിന്നെ പഴിക്കുന്ന, നിന്നെ പരിഹസിക്കുന്ന സകല ശത്രുമണ്ഡലത്തിന്മേലും ഇന്ന് രാത്രി ഒഴുകുന്ന സകല അന്ധകാരത്തിന്റെ ഒഴുക്കിനെയും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ബ്ലോക്ക് ചെയ്യുന്ന രാത്രിയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യാഗപീഠത്തിൽ തീ ഇറങ്ങി. എലിയാവ് എന്താ ചെയ്ത്? കീശോൻ തോട്ടിങ്കൽ വെച്ച പ്രവാചകന്മാരെ പിടിച്ച് വെട്ടിക്കൊണ്ടു. 1-2 അല്ല, ബാലിന്റെ പ്രവാചകന്മാരെന്ന് അവിടെ എഴുതിയിട്ടുള്ളൂ. അശേരുടെ പ്രവാചകന്മാരെയും കൂടി വെട്ടിക്കൊന്നു കാണും. 850 എണ്ണത്തെ ഈസബേലിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷിക്കുന്ന 850 എണ്ണത്തെ സ്തോത്രം ഏലിയാവ് വെട്ടിക്കൊന്നു. സ്തോത്രം. ഏലിയാവ് വെട്ടിക്കൊന്ന ദൈവത്തിന്റെ പ്രവൃത്തി തെളിയിച്ചവൻ, ദൈവിക അഭിഷേകത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിയവൻ,
അമേ ഇസ്രായേലിന്റെ കൊടി പാറിച്ചവൻ, ഒറ്റയ്ക്ക് നിന്ന് പോരാടിയവൻ, ഒറ്റയ്ക്ക് നിന്ന് ദൈവശക്തി വെളിപ്പെടുത്തിയവൻ, ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി വീറോടെ നിന്നവൻ, വാശിയോടെ നിന്നവൻ ഇപ്പോൾ അകത്ത. സ്തോത്രം. ഇപ്പോൾ ഗുഹയ്ക്കകത്ത. ഹല്ലേലൂയ. സ്തോത്രം. എന്താ കാരണം? ഇസബേല് പറയുന്ന നാളെ ഈ നേരത്ത്, സ്തോത്രം, 850 കൊന്നപ്പോൾ ഈ 850 വ്യാപരിച്ച ദുരാത്മശക്തി ഇസബേലിനകത്തേക്ക് കയറി. സ്തോത്രം. ആ ശക്തിയാൽ അവൾ പ്രബലപ്പെട്ടിട്ട്, ആ ശക്തിക്ക് അടിമപ്പെട്ടിട്ട്, ആ ശക്തിയോടെ അവൾ വിളിച്ചു പറയുകയാണ്, നാളെ ഈ നേരത്ത് അവരിൽ ഒരുവനെ പോലെ നിന്നെയുമാക്കുമെന്നോ. സ്തോത്രം. ശക്തനായവനെ ഇതാ അവൻ ഭയപ്പെട്ടു പോവുകയാണ്, ജീവനെ പേടിക്കുകയാണ്. അമ്മേ, ഇന്ന് പലരും ജീവനെ പേടിച്ച് അകത്തളത്തിൽ ഒതുങ്ങുന്ന കാലഘട്ടമാണ്. അമ്മേ, ആരെങ്കിലും എതിര് പറയുമോ? ആരെങ്കിലും നമുക്കെതിരെ പോരാടുമോ? ആരെങ്കിലും നമ്മെ ഉപദ്രവിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ കൊണ്ട് പ്രയോജനമുണ്ടോ? ഞാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് ദൈവം മറുപടി തരുന്നില്ലല്ലോ, ദൈവം പ്രവർത്തിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കിത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ ഭാവിക്ക് ഇങ്ങനെയായിത്തീരുന്നു? എന്തുകൊണ്ട് ഞാൻ മാത്രം ഒറ്റയ്ക്കായി പോകുന്നു? പലരുടെയും ചോദ്യമാണ്. സ്തോത്രം. എന്നാൽ എലിയാവേ, ഹല്ലേലൂയ, അവൻ സ്തോത്രം എണ്ണയൊഴിച്ച് കത്തിക്കുന്നവനാ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പകർന്ന് നിന്നെ ഉപയോഗിക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രികാലം ദൂത് കേൾക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കട്ടെ. ഈസബേലിന്റെ വാക്ക് കേട്ട് ഭയപ്പെട്ട അകത്തളത്തിൽ ഒതുങ്ങിയിരിക്കുവാനല്ല. ആമേൻ. സ്തോത്രം. നീ പുറത്തു വാ, നീ പുറത്തു വാ. ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തമായി ദൂതറിയിക്കുന്നു. എലിയാവേ, നീ ഗുഹാമുഖത്ത്, അമേ, ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തു വാ. സ്തോത്രം. അവൻ ഓടുകയാണ്. സ്തോത്രം. അവിടെ ദൂതൻ ഇറക്കി അപ്പം കൊടുത്തു. ചൂരച്ചെടിയുടെ ചോട്ടിൽ തളർന്നു കിടന്നവനെ, കീഴിൽ കിടന്നവനെ ബലപ്പെടുത്തി ദൈവം എഴുന്നേൽപ്പിച്ചു, ശക്തീകരിച്ചു. അമേ, സ്വർഗത്തിലെ അപ്പം, മനുഷ്യന്റെ കൈ തൊടാത്തിയ അപ്പം, മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയാത്ത അപ്പം. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ചൂടുള്ള അടയാ അവന് കൊടുക്കുകയാ. ഊറഭവന റീഭാവന ഹതുന. ശുശ്രൂഷ മണ്ഡലത്തില് പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, നിരാശയോടെ കടന്നു പോകുന്നവര്, അമേ, ഹല്ലേലൂയ, പലപ്പോഴും ജീവിതത്തിന്റെ അവസ്ഥകളിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറട്ടെ. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ആപ്പത്തെ ഇറക്കുവാൻ, സ്വർഗത്തിലെ അടയൊരുക്കുവാൻ, അമേ, തുരുത്തിയിൽ വെള്ളവുമായി ദൂതനെ അയക്കുവാൻ. ഈ രാത്രി ചില ഭവനത്തിന്റെ ഉൾത്തളത്തില് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന രാത്രിയാ. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാൻ, നിരാശയെ സന്തോഷമാക്കി തീർക്കുവാൻ, ശത്രു നിന്റെ അകത്തളത്തിൽ വിതച്ച അന്ധകാരത്തിന്റെ ശക്തിയെ ദുരാത്മമണ്ഡലത്തിലെ വെട്ടിമാറ്റുവാൻ. യേശുവിന്റെ നാമത്തില് ശത്രുവിന്റെ സകല മണ്ഡലവും ഈ രാത്രികാലം അഴിഞ്ഞു മാറാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ഭവനത്തിന്റെ ഉൾത്തളത്തിൽ ശത്രു വിതച്ച നിരാശ, വേദന, ഞെരുക്കം, കഷ്ടത, പട്ടിണി, ഒറ്റയ്ക്കുള്ള അവസ്ഥ, ഒറ്റപ്പെടേണ്ട അവസ്ഥ, ഈ രാത്രികാലം യേശു ക്രിസ്തുവിന്റെ നാമത്തില് വഴിമാറാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എലിയാവ് ഓടി 40 ദിവസം നടന്നു. ഇപ്പൊ അവൻ ഹോരേബ് പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്തിരിക്കുകയാ. പുതപ്പ് മാറ്റിവെച്ചു, വിശ്വാസത്തിന്റെ പുതപ്പ് മാറ്റിവെച്ചു. ഇപ്പൊ ഭയത്തിന്റെ പുതപ്പ് പുതച്ചേക്കുക, ഭയത്തിന്റെ പുതപ്പ് പുതച്ചിരിക്കുക. അകത്ത് മൊത്തം ഭയവും നിരാശയുമാണ്. ഇസബേലിന്റെ വാക്കിന് മുന്നിൽ 850 കൊന്നവൻ, ഇസ്രായേലിന്റെ കൊടി പാറിച്ചവൻ, സ്തോത്രം, ഇപ്പോൾ അകത്തളത്തിൽ ഭയപ്പെട്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഹമേ ഏലിയാവിനോട് ദൂത് പറയുക, ഏലിയാവേ, നീ പുറത്തു വാ, നീ പുറത്തു വാ. അകത്തിരിക്കാനല്ല, നിനക്ക് ശുശ്രൂഷയുണ്ട്. നിനക്കിനിയും ശുശ്രൂഷയുണ്ടെന്ന്. ഇനിയും ചിലരെ നീ പുറത്തു കൊണ്ടുവരേണ്ടവനാ. ഈ രാത്രികാലം ദൂത് കൈമാറട്ടെ. പ്രിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, അമ്മേ, നാം അനേകരെ പുറത്തു കൊണ്ടുവരേണ്ടവരാ.
ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷക്കാരാണ് നാം. ഈ കാലഘട്ടത്തിൽ സത്യവചനത്തെ യഥാർത്ഥമായി വിളിച്ചറിയിക്കുവാൻ, അനേകരോട് സുവിശേഷം പങ്കുവയ്ക്കുവാൻ, ജീവനെ പകർന്നു കൊടുക്കുവാൻ ജീവന്റെ ദാതാക്കളെ നാം. നാം ശുശ്രൂഷിച്ചില്ലെങ്കിൽ, നാം പ്രസംഗിച്ചില്ലെങ്കിൽ, നാം ജീവനെ പകർന്നു കൊടുത്തില്ലെങ്കിൽ, അന്നവിടെ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ലജ്ജിച്ചു പോകാതെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തെ പൂർത്തീകരിക്കാൻ ഈ രാത്രി പുറത്തു വാ. സ്തോത്രം. ഏലിയാവ് അകത്തിരിക്കുകയാ, പുറത്തു വരാൻ പേടിയാ, ഭയമാ. ചിലരുടെ ഭയം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തില് ഈ രാത്രി ചിലരുടെ അകത്തെ ഭയം വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുകയാ. നാളുകളായി അകത്തെ മണ്ഡലത്തില് ശത്രു ഭയമിട്ട്, നിരാശയിട്ട്, വേദനയിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ചിലരുടെ ഭയത്തെ യേശു ക്രിസ്തുവിൻ നാമത്തില് വഴിമാറാൻ ഞാൻ കൽപ്പിക്കുകയാ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. എലിയാവ് പുതപ്പ് മൂടി പുറത്തു വന്നു. സ്തോത്രം. ഇതാ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ കണ്ട, അവൻ കേട്ട ചെവി അവൻ അടച്ചു. അവൻ എന്താ കേട്ടത്? അവൻ കേട്ടത് ഇസബേലിന്റെ വാക്ക. എന്താ വാക്ക്? നാളെ ഈ നേരത്ത്, സ്തോത്രം, നിന്നെ അവരിൽ ഒരുവനെ പോലെ ഞാൻ ആക്കുമെന്ന്. സ്തോത്രം. അവൻ എന്താ കണ്ടത്? അവൻ കണ്ടത് ഇസബേലിനെയും ആഹാബിനെയും ഇസബേലിന്റെ ദൂതന്മാരെയുമാണ്. എന്താ ഏലിയാവേ മുകളിലേക്ക് നോക്കി യാത്ര ചെയ്ത നീ ഇപ്പോൾ താഴേക്ക് നോക്കുന്ന? സ്തോത്രം. പലരും അങ്ങനെയാ. ഇറങ്ങിയപ്പോഴൊക്കെ സ്വർഗം കണ്ട ഇറങ്ങിയത്, ദൈവത്തെ അനുസരിച്ച മുന്നേറിയത്. പക്ഷെ ഇപ്പൊ നോട്ടം തെറ്റി. ഇപ്പൊ നോട്ടം ലോകത്തിലേക്കായി. ആഹാബ് കൊള്ളാം, ആഹാബിനോട് പറ്റി നിന്ന കൊട്ടാരത്തിലെ സുഖസമൃദ്ധിയൊക്കെ അനുഭവിക്കാമല്ലോ. ഇസബേലിന്റെ കൂടെ കൂടിയ മേശയിൽ നിന്ന് ഭക്ഷിക്കാം, കൊട്ടാര സുഖമാ, ദൈവം അനുഗ്രഹിച്ചു, ദൈവം ഉയർത്തി, ദൈവം മാനിച്ചു എന്നെല്ലാം പറയാം. സ്തോത്രം. ഹല്ലേലൂയ. പലരുടെയും നോട്ടം ഈ ലോകത്തിലേക്കാണ്. ഇറങ്ങി തിരിച്ചവർ പലരും ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തവുമായി ധൂട്ട് കൈമാറട്ടെ. നിന്റെ നോട്ടം സ്വർഗത്തിലേക്കാകട്ടെ. നിന്റെ ആത്മക്കണ്ണ് സ്വർഗത്തിലേക്ക് വരട്ടെ. സ്വർഗം എന്തേൽപ്പിച്ചോ ആ നിയോഗത്തിന് വേണ്ടി ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ചിലരുടെ ഹൃദയ ദൃഷ്ടി ഈ രാത്രികാലം പ്രകാശിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് ആ ചെവി അടച്ചു, കണ്ണ് അവൻ അടച്ചു, പുതപ്പ് മൂടി. സ്തോത്രം. തലവഴി പുതപ്പ് മൂടി ഗുഹാമുഖത്ത് വന്നിരിക്കുക. ഹല്ലേലൂയ. ഗുഹാമുഖത്ത് വന്നു. അപ്പോഴിതാ യഹോവയുടെ കാറ്റ്, സ്തോത്രം, പർവ്വതങ്ങളെ കീറുന്ന ഹല്ലേലൂയ കാറ്റ് കടന്നു പോകുന്നു. യേശുവിന്റെ നാമത്തില് ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്കെതിരെ തടസ്സമായി നിൽക്കുന്ന, നിന്റെ വഴിയടച്ചു നിൽക്കുന്ന, നിന്റെ മുന്നേറ്റത്തെ, നിന്റെ ഗമനത്തെ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ സ്വാതന്ത്ര്യത്തെ, നിന്റെ ഭാവിയെ അടച്ചു നിൽക്കുന്ന ചില പർവ്വതങ്ങളുണ്ടല്ലോ, പൊങ്ങി നിൽക്കുന്ന പർവ്വതങ്ങളെ ഈ രാത്രി ദൈവത്തിന്റെ കാറ്റ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ചിലതിനെ തകർക്കാൻ പോകുക. ചില പാറയെ തകർക്കുന്ന രാത്രിയാ. ദൈവത്തിന്റെ കാറ്റ് കടന്നുപോയി തടസ്സം നിൽക്കുന്ന ഹല്ലേലൂയ അന്ധകാരത്തെ വഴിയടച്ചു നിൽക്കുന്ന, പോരാടി നിൽക്കുന്ന, എതിരിട്ട് നിൽക്കുന്ന, വാദിച്ചു നിൽക്കുന്ന ദുഷ്ടാത്മാവിന്റെ ശക്തിയെ, ചില പാറ പോലെ നിൽക്കുന്ന ശക്തിയെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർക്കുകയാണ്. കാരണം ദൈവവചനത്തിന്റെ ശക്തി പാറയെ തകർക്കുന്ന ചുറ്റികയാ. ദൈവവചനം പുറപ്പെടുമ്പോൾ
ചില പാറകൾ അമേ തകരപ്പെടുന്ന രാത്രിയാ. ഹല്ലേലൂയ. തടസ്സം നിൽക്കുന്ന തടങ്ങൾ പാറ പോലെ നിൽക്കുന്ന ചില പാറകളെ ഈ രാത്രികാലം വചനത്തിന്റെ ശക്തി കീറിക്കളയുന്ന രാത്രിയാ. 2 തീ കടന്നു പോയി, കാറ്റിലില്ല, 2 തീ കടന്നു പോയി. അമ്മേ സ്തോത്രം. ദഹിപ്പിക്കുന്ന അഗ്നി. ദൈവം ആരാ? ദഹിപ്പിക്കുന്ന അഗ്നിയാ. അമ്മേ ഈ രാത്രി നിനക്കെതിരെ പോരാടി നിൽക്കുന്ന ശത്രുമണ്ഡലത്തിന്മേല് ദൈവത്തിന്റെ ദഹിപ്പിക്കുന്ന അഗ്നി ഈ രാത്രികാലം കടന്നു പോകുകയാ. ഓ റബന ഹതുന, യേശുവിന്റെ നാമത്തില്, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ദഹിപ്പിക്കുന്ന അഗ്നിയായി ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു പോകുകയാ. ചിലതിനെ ദഹിപ്പിക്കുവാൻ, ഹല്ലേലൂയ, ചിലതിനെ കരിച്ചു കളയാൻ. നമുക്ക് പുതിയ നിയമത്തിലെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല പ്രിയരെ. അമേ ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമില്ല, അവർ നമ്മുടെ സഹോദരങ്ങളാ. പക്ഷേ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാ. അമേ ഹല്ലേലൂയ. ആത്മാവിൽ ജനിക്കാതെ ആത്മമണ്ഡലത്തിൽ അടിമപ്പെടുത്തി ഒരു ഭക്തന്റെ, ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ ജ്വലിക്കാതെ വണ്ണം പോരാടി നിൽക്കുന്ന ദുരാത്മമണ്ഡലത്തിന് നേരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ തീ ദഹിപ്പിക്കുന്ന അഗ്നിയായി കിടന്നു പോകുന്ന രാത്രിയാ. അമേ സ്തോത്രം. തീ കടന്നുപോയി, ഭൂകമ്പമുണ്ടായി. അമേ ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ചിലതിന്റെ അടിസ്ഥാനത്തെ ദൈവം കുലുക്കാൻ പോവുകയാണ്. ഭൂമി അവന്റെ ഉള്ളം കയ്യിലിരിക്കുന്നു എന്ന ദൈവവചനം വ്യക്തമാക്കുന്നത്. സ്തോത്രം. എൻ്റെ കർത്താവ് തൻ്റെ കരം പിടിച്ച് പയ്യൊന്ന് പൊക്കിയ മതി, അവൻ ഭൂമിയുടെ അടിസ്ഥാനം വിളകും. ഏത് ശത്രുവാ നിന്നെ കാരാഗ്രഹത്തിന്റെ അകത്തിട്ട് പൂട്ടിയത്? അമേ ഏത് ശത്രുവാ നിന്നെ ബന്ധിച്ചത്? ഏത് ശത്രുവാ നിന്റെ ശുശ്രൂഷയെ അടച്ചത്? ഏത് ശത്രുവാ നീ പുറത്തു വരാതെ വണ്ണം നിനക്കെതിരെ പോരാടി നിൽക്കുന്നത്? അമേൻ ഹല്ലേലൂയ. എന്റെ കർത്താവ് അടിയിന്ന് കയ്യിന്ന് പൊക്കിയ മതി, കാരാഗ്രഹം ഇളകും. സ്വത്രം. ഭക്തർ അവിടെ നിൽക്കും. തെളിവുണ്ടോ? തെളിവുണ്ട്. അമേ പൗലോസും ശീലാസും ആരാധിച്ചു. അമേ അടിസ്ഥാനത്തെ ദൈവം ഇളക്കി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന് അടിസ്ഥാനത്തെ ഇളക്കാൻ കഴിയും. ചിലതിന്റെ അടിസ്ഥാനത്തെ തടസ്സം നിൽക്കുന്ന ചിലതിന്റെ, എതിരിട്ട് നിൽക്കുന്ന ചിലതിന്റെ, വാദിച്ചു നിൽക്കുന്ന ചിലതിന്റെ, നിനക്കെതിരെ പൊരുന്ന ചിലതിന്റെ, നിനക്കെതിരെ പോരാടുന്ന ചിലതിന്, നിനക്കെതിരെ അവയ്ക്കാതി പറഞ്ഞിരിക്കുന്ന ചിലതിന്, നിന്റെ ശുശ്രൂഷ മണ്ഡലത്തെ ഒതുക്കുന്ന ചിലതിന്റെ അടിസ്ഥാനത്തെ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് അമ്മേ പിടിച്ചു കുലുക്കാൻ പോവുകയാണ്. അമ്മേ ആരേൽപ്പിച്ചു കൊടുക്കുന്നു? അമ്മേ ഏലിയാവ് പുറത്തു വരികയാണ്. സ്തോത്രം. ദൈവത്തിന്റെ മൃദുസ്വരത്തിനായി അവൻ കാതോർക്കുകയാ. അമ്മേ ഹോരേബിന്റെ അടിയിൽ ഇരുന്നാൽ ദൈവശബ്ദം കേൾക്കത്തില്ല പ്രിയരെ. അമ്മേ ഹോരേബ് പർവ്വതത്തിന്റെ ഗുഹയ്ക്കകത്തിരുന്നാലും ദൈവശബ്ദം കേൾക്കത്തില്ല. അമ്മേ സ്തോത്രം. അമ്മേ MTH മേടിക്കാം, അമ്മേ BDയും മേടിക്കാം, PhDയും എടുക്കാം, ശ്രേഷ്ഠതയോടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ദൈവിക നിയോഗം വേണോ? ദൈവം നിന്നോട് സംസാരിക്കണോ? വ്യക്തിപരമായി നിന്നോട് അരുളപ്പാട് അറിയിക്കണോ? അമ്മേ നീ ഹോരേബ് പർവ്വതത്തിന്റെ മുകളിലേക്ക് സ്റ്റെപ്പ് വെച്ച് കയറി വാ. അമ്മേ പഴയ നിയമത്തിൽ മോശയ്ക്ക് മാത്രമേ സീനായി പർവ്വതത്തിന്റെ, ഹോരേബ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുവാൻ ദൈവം അനുവാദം കൊടുത്തുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല പ്രിയരെ. എല്ലാവർക്കും രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കൃപാസനത്തിലേക്ക്, സിയോൻ പർവ്വതത്തിലേക്ക്, ദൈവം ഇറങ്ങി വരുന്ന പർവ്വതത്തിലേക്ക്, ദൈവം വസിക്കുന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുവാൻ അധികാരം തന്നിരിക്കുകയാണ്. അമ്മേ ഈ രാത്രി എന്നെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കയറി വരാൻ തയ്യാറുണ്ടോ? അമ്മേ സ്തോത്രം, സ്തോത്രം. ഹോരേബ് പർവ്വതത്തിന്റെ മുകളിലേക്ക് ഈ രാത്രി സ്റ്റെപ്പ് വെച്ച് കയറി വാ. അമ്മേ ചിലതിനെ അമ്മേ ദൈവം കയറ്റാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ നിയോഗം നിന്നിൽ പകർന്നു തരുവാൻ, ഒരു പുതിയ അഭിഷേകം നിന്നിൽ പകർന്നു തരുവാൻ, ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ഈ കാലഘട്ടത്തിലെ ചിലതിന്റെ ബന്ധനത്തിയറത്ത് പുറത്തു കൊണ്ടുവരുവാൻ, ചിലതിനെ അഭിഷേകം ചെയ്യുവാൻ, ചിലതിനെ പ്രവാചകന്മാരായി അഭിഷേകം ചെയ്യുവാൻ, ചിലതിനെ രാജാക്കന്മാരായി അഭിഷേകം ചെയ്യുവാൻ. അമ്മേ അമ്മേ ആത്മമണ്ഡലത്തിൽ ഒതുങ്ങിപ്പോയ ചിലതിനെ, നിന്റെ ചുറ്റുപാടും കിടക്കുന്ന കെട്ടു വീണപ്പെട്ട് കിടക്കുന്ന ചിലതിനെ, അമ്മേ കെട്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ, അടിമത്തത്തിൽ കിടക്കുന്ന ചിലതിനെ, ഭവനത്തിന്റെ അകത്തളത്തിൽ പുറത്തു വരാൻ കഴിയാതെ കിടക്കുന്ന ചിലതിനെ
പുറത്തു കൊണ്ടുവരുവാൻ നീ ഹോരേബ് പർവ്വതത്തിന്റെ മുകളിലേക്ക്, ദൈവം വസിക്കുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക്, ദൈവം സംസാരിക്കുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക്, ദൈവത്തിന് ഇമ്പമായി നിന്നോട് സംസാരിക്കാനുണ്ട് പ്രിയരെ. ഈ രാത്രി നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്, വ്യക്തിപരമായി നിയോഗം പകർന്നു തരാനുണ്ട്, വ്യക്തിപരമായി ആലോചന പങ്കുവയ്ക്കാനുണ്ട്. അമ്മേ, താഴെ ഇരിക്കാനല്ല, അമ്മേ പലരുടെയും വാക്ക് കേട്ട് അമ്മേ ഒടുങ്ങിപ്പോകുവാനല്ല. ഹല്ലേലൂയ. പർവ്വതത്തിന്റെ മുകളിലേക്കൊന്ന് സ്റ്റെപ്പ് വെച്ച് കയറി വാ. ഹല്ലേലൂയ. മോശ പറഞ്ഞു, എനിക്ക് യോഗ്യതയൊന്നുമില്ല, ഞാൻ ശ്രേഷ്ഠനുമല്ല. പക്ഷേ ഹല്ലേലൂയ, യോഗ്യതയില്ലാത്ത, മിടുക്കില്ലാത്ത, ശ്രേഷ്ഠതയില്ലാത്ത അമ്മേ മോശയാ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ച്. എന്താ അഹരോനെ വിളിക്കാഞ്ഞത്? സ്തോത്രം. എന്താ ഇസ്രായേൽ ദിനത്തിന്റെ മൂപ്പന്മാരെ വിളിക്കാഞ്ഞത്? അവിടെ അനേക ശ്രേഷ്ഠന്മാരില്ലേ, ജനത്തിന്റെ മൂപ്പന്മാരില്ലേ, ഗോത്ര പിതാക്കന്മാരില്ലേ? ഹല്ലേലൂയ. അവരെ എന്താ വിളിക്കാഞ്ഞത്? മോശയെ വിളിച്ചു ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി. യേശുവിന്റെ നാമത്തില് ഈ രാത്രി ദൈവത്തിന്റെ ആലോചന കൈമാറട്ടെ. വചനം കേൾക്കുന്ന ചിലരെ, ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ വചനം കേൾക്കുന്ന ചിലരെ ദൈവത്തിന് പുറത്തു കൊണ്ടുവന്ന് ചില നിയോഗത്തെ പകർന്നു തന്ന് അമ്മേ മറ്റാർക്കും ലഭിക്കാത്തൊരു പ്രത്യേക നിയോഗം, ഇന്നവരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക നിയോഗം, ഇന്നവരെ ഏറ്റെടുത്തിട്ടില്ലാത്തൊരു പ്രത്യേക ശുശ്രൂഷ ഹല്ലേലൂയ പകർന്നു തരാൻ അവന് പദ്ധതിയുണ്ട്. അമ്മേ ഹല്ലേലൂയ. ഈ രാത്രി ആരെ ഏൽപ്പിച്ചു കൊടുക്കും? ആര് അമ്മേ അകത്തുനിന്ന് പുറത്തു വരുവാൻ? നിന്റെ പുറത്തെ ചെവിയൊന്ന് അടക്കി പ്രിയരെ. അമ്മേ നിന്റെ പുറത്തെ കണ്ണൊന്ന് അടക്കേ. അമ്മേ ഈക ലോകത്തിലേക്കുള്ള കാഴ്ചപ്പാടൊന്ന് മാറ്റ്. അകത്തെ കണ്ണ് തുറക്കട്ടെ. അമ്മേ അകത്തെ കണ്ണ് സ്വർഗമെന്ന് കാണട്ടെ. അമ്മേ ഹല്ലേലൂയ. അകത്തെ കണ്ണ് സ്വർഗീയ സിംഹാസനത്തിലേക്ക് ഒന്ന് കാണട്ടെ. ഒരുവന്റെ കണ്ണ് ദൈവം തുറന്നു. എലീശയുടെ ശിഷ്യന്റെ തേരും തേരാളികളെന്നാ വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ സൈന്യത്തെ കണ്ടത്. അതുപോലെ ഒന്ന് കണ്ണ് തുറക്കട്ടെ, ആത്മക്കണ്ണ് തുറന്നു വരട്ടെ. ചിലതൊന്ന് കാണുവാൻ, ചിലത് ഏറ്റെടുക്കുവാൻ. ആമേൻ ഹല്ലേലൂയ. കാണാത്തതൊന്ന് കാണുവാൻ ഈ രാത്രി പ്രാർത്ഥിക്കേണ്ടത് അതിനാ. കർത്താവേ, എനിക്കൊരു പുതിയ ദർശനം തരണം, എനിക്ക് ചില കാഴ്ചപ്പാടുകളെ തരണം, എനിക്ക് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണം, എൻ്റെ ആത്മദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. എനിക്ക് കണ്ടത് പോരാ കർത്താവേ, എനിക്ക് ചിലത് പുതിയതൊന്ന് കാണണം, പുതിയ ദർശനം എനിക്ക് പകർന്നു തരണം, പുതിയ അഭിഷേകം എനിക്ക് വേണം കർത്താവേ, പുതിയ നിയോഗം എനിക്ക് വേണം കർത്താവേ. ആര് പ്രാർത്ഥിക്കും കണ്ണെന്ന് തുറക്കുവാൻ? അമ്മേ കണ്ണ് തുറക്കണമെങ്കിൽ പുറം കണ്ണ് അടയ്ക്കണം. ലോകത്തിൽ നിന്ന് കാഴ്ചപ്പാട് മാറ്റണം. ഇഹലോകം വശീകരിച്ചു കൊണ്ടുപോയി ഗുഹയ്ക്കകത്ത് കയറ്റുമ്പോൾ അമ്മേ ഹല്ലേലൂയ, ഇഹലോകത്തിന്റെ കണ്ണ്, പുറമെയുള്ള കണ്ണ് ലോകത്തെ കണ്ട് വശീകരിച്ച നിന്നെ ഗുഹയ്ക്കകത്ത് കയറ്റുമ്പോൾ ദൈവത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ ഗുഹയ്ക്കകത്ത് ഇരിക്കാനല്ല, അവൻ ഗുഹയ്ക്കകത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതാ ദൈവത്തിന്റെ പദ്ധതി. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അകത്തു നിന്ന് പുറത്തേക്കാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ആത്മമണ്ഡലത്തിൽ ഇറങ്ങി, ആത്മമണ്ഡലത്തിൽ നിന്ന് ശരീരമണ്ഡലത്തിലേക്ക്, മാനസിക മണ്ഡലത്തിലേക്ക്, ഭൗതിക മണ്ഡലത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ശത്രുവിന്റെ പ്രവൃത്തി പുറത്തു നിന്ന് അകത്തേക്കായി അമ്മേ മോഹിപ്പിച്ച് അകത്തളത്തിൽ ആത്മമണ്ഡലത്തിൽ ഒതുക്കുകയാ ശത്രുവിന്റെ പദ്ധതി. അമ്മേ ഈ രാത്രി ആ അകത്തെ കണ്ണെന്ന് തുറക്കട്ടെ, ആത്മദൃഷ്ടി അത് പ്രകാശിക്കട്ടെ. അകത്തെ ചെവി, ആ ഇമ്പമുള്ള ശബ്ദം, ഇന്നവരെ കേൾക്കാത്ത ശബ്ദം, ഹല്ലേലൂയ, ആ ചെവി ഒന്ന് കൂർപ്പിക്കാമോ? അമ്മേ എലിയാവ് പുതപ്പ് പുതച്ചുകൊണ്ട് അവൻ ഗുഹാമുഖത്ത് വന്ന് അവൻ പർവ്വതത്തിന്റെ മുകളിലേക്ക്, ഓരോ പർവ്വതത്തിന്റെ മുകളിലേക്ക് അവൻ സ്റ്റെപ്പ് വെച്ച് കയറുകയാ തേജസ്സിലേക്ക്. തേജസ്സിലേക്ക്, തേജസ്സിന്റെ കർത്താവിന് തേജസ് വെളിപ്പെടുന്നിടത്തേക്ക് തേജസ് പ്രാപിക്കുവാൻ അവൻ തേജസ്സിലേക്ക് സ്റ്റെപ്പ് വെച്ച് മുകളിലേക്ക് കയറുകയാ. പുതിയ നിയോഗത്തെ പകർന്നു കൊടുത്തു. അമ്മേ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ, അമ്മേ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുവാൻ, അമ്മേ ഒരു പുതിയ നിയോഗത്തിന് വേണ്ടി ഈ രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഏലിയാവ് അമ്മേ ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുത്തു. തളർന്നിരുന്നവൻ, അകത്തളത്തിൽ ഒതുങ്ങിയിരുന്നവൻ, അമ്മേ സ്തോത്രം, പുറത്തു വരാൻ കഴിയാതിരുന്നവൻ പുതിയ നിയോഗം ഏറ്റെടുത്ത് പുതിയ ശുശ്രൂഷ അവനിലൂടെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, പ്രിയമുള്ളവരെ,
നിങ്ങളിലൂടെയും പുതിയ ശുശ്രൂഷ വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിൽ കൂടെ നിങ്ങൾ അത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാത്രികാലം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. വചനം കേട്ട് ഓരോരുത്തർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അകത്തെ മണ്ഡലത്തിൽ ആത്മീകവും ഭൗതികവുമായി ഒതുങ്ങിപ്പോയ ചിലതിനെ പുറത്തു വരാൻ കഴിയാതെ, ആത്മമണ്ഡലത്തിൽ ജ്വലിക്കാൻ കഴിയാതെ, ആത്മമണ്ഡലത്തിൽ ഉയരാൻ കഴിയാതെ ഭയപ്പെട്ടിരിക്കുന്ന ചിലരെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രികാലം പുറത്തു വരാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ യേശുവേ, നീ അവരെ പുറത്തു കൊണ്ടുവരണം. പുതിയ കൃപയെ പാർന്നു കൊടുക്കണം. ആത്മീകവും ഭൗതികവുമായി ഭാരപ്പെടുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവമേ നീ മറുപടി കൊടുത്ത് മാനിക്കും അനുഗ്രഹിക്കുകയും ചെയ്യണം. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ കേൾക്കണമേ. ആമേൻ. ഇത്രത്തോളം സമയം എനിക്ക് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ അനുവദിച്ചു തന്ന എക്സറസ് മീഡിയ ലൈവിന്റെ അണിയറ പ്രവർത്തകരായ അല്ലെങ്കിൽ അഡ്മിനായ കർത്തദാസന്മാർക്കും മറ്റെല്ലാ പ്രിയമുള്ളവർക്കും വചനം ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവസ്ഥലായിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്തോത്രം.